Ivah Silks, Kasargod, Kanyanad, Mangalore. 15 വിമത എംഎൽഎമാരുടെ രാജിക്കാര്യത്തിൽ സ്പീക്കർ തീരുമാനമെടുക്കുന്നതുവരെ കർണാടകയിൽ സർക്കാർ രൂപീകരിക്കാനില്ല എന്ന് ബിജെപി. ന്യൂനപക്ഷ സർക്കാർ രൂപീകരിക്കാനില്ല എന്നാണ് ബിജെപി പറഞ്ഞത്. ഇത്തരമൊരു സാഹചര്യത്തിൽ കർണാടക രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുമെന്നും ബിജെപി വക്താവ് ജി മധുസൂദനൻ പറഞ്ഞു. വിമത എംഎൽഎമാരുടെ രാജി സ്വീകരിക്കാനോ തള്ളാനോ സ്പീക്കർ കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിൽ ഞങ്ങൾ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കില്ല. അതുകൊണ്ട് സംസ്ഥാനത്തെ ഗവർണർ രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യുമെന്നാണ് മധുസൂദനൻ പറഞ്ഞത്. കോൺഗ്രസിലെ 13 എംഎൽഎമാരും JDSൽ നിന്നുള്ള 3 എംഎൽഎമാരുമാണ് സ്പീക്കർക്ക് രാജിക്കത്ത് നൽകിയത്. സ്പീക്കർ ഇവരുടെ രാജി സ്വീകരിക്കുന്നതുവരെ ഇവർ നിയമസഭയിലെ അംഗങ്ങളായി തുടരുകയും സഭയിലെ അംഗബലം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗമടക്കം 225 നിലനിൽക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ ബിജെപിക്ക് സർക്കാർ രൂപീകരിക്കണമെങ്കിൽ 113 പേരുടെ പിന്തുണ വേണം. 2 സ്വതന്ത്ര എംഎൽഎമാരുടെ പിന്തുണ ഉണ്ടായാലും പുതിയ സർക്കാർ രൂപീകരിച്ച് ഭൂരിപക്ഷം തെളിയിക്കാൻ ഗവർണർ ആവശ്യപ്പെട്ടാൽ ഭൂരിപക്ഷത്തിലെത്താൻ ഞങ്ങൾക്ക് 6 പേരുടെ കുറവ് വരും, അദ്ദേഹം വിശദീകരിച്ചു. തിങ്കളാഴ്ച നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ ബിജെപിക്ക് 2 സ്വതന്ത്രരുടേതുൾപ്പെടെ 107 എംഎൽഎമാരുടെ പിന്തുണയുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.